കൊടുവായൂരിലെ വൃദ്ധ വികലാംഗ സദനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കൊടുവായൂർ വൃദ്ധ വികലാംഗ സദനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു. മാതാപിതാക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം മക്കൾക്കുണ്ടെന്നും വൃദ്ധസദനത്തിന്റെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. വൃദ്ധർ നമ്മുടെ നാടിന്റെയും വീടിന്റെയും മുതൽക്കൂട്ടാണെന്നും വൃദ്ധസദനത്തിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവണമെന്നും എം പി കൂട്ടിച്ചേർത്തു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വൃദ്ധർക്കും വികലാംഗർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 5 കോടി ഉപയോഗിച്ച് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. 2 നിലകളിലായി 1579 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 50 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഡോക്ടർ റൂം, ഡൈനിങ് ഏരിയ, ലിഫ്റ്റ്, റാപ്പ്, ഓഫീസ് റൂം, പൊതു ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യമുണ്ടായിരിക്കും. നിലവിലുള്ള കെട്ടിടത്തിൽ 25 പേരാണ് താമസിക്കുന്നത്. പുതിയ കെട്ടിടം വരുന്നതോടുകൂടി 75 പേർക്ക് താമസിക്കാൻ കഴിയും. സ്വന്തം അച്ഛനെ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തം ആർക്ക് വേണം? മക്കൾക്ക് വേണമല്ലേ, അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണം. അവർ ബാധ്യതയായി വരുമ്പോൾ അവർ പുറന്തള്ളുക എന്നുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് കൂടുകയാണ്. ഞാനിതെല്ലാം ആഗ്രഹിച്ചാലും അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മക്കൾ നോക്കാതെ, മരുമക്കൾ നോക്കാതെ, അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ നോക്കാതെ അനാഥമാകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്ക് പൊതുസമൂഹം സംരക്ഷണം നൽകുമെന്നുള്ളതാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വാർദ്ധക്യം കൂടുകയാണ്. നമ്മുടെ കേരളത്തിലെ വാർദ്ധക്യം നമ്മൾ പണ്ടാരോ പറഞ്ഞ പോലെ പഴുത്തപ്പിലാവിലെ വീണ കണ്ടുകൊണ്ട് പച്ചപ്പിലാവിൽ ചിരിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ നാളെ നമുക്കൊക്കെ ഈ ഗതി വരുമോ എന്നുള്ള സംശയം മുന്നോട്ടില്ല അല്ലേ? കണ്ടു ചൊല്ലില്ലേ? കാരണം ആ ചൊല്ലൊക്കെ വളരെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കും അല്ലേ? ഈ പഴുത്ത പ്ലാവിൽ വീഴുന്ന കാണുമ്പോൾ പച്ചപ്പിലാവിൽ ചിരിക്കുന്നത്, പച്ചപ്പിലാവിലേക്ക് ഈ ഗതിനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്കും വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയാണ് നമുക്കുണ്ടാകുന്നത്. പരിപാടിയിൽ കെ ബാബു എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ മുഖ്യാതിഥിയായി. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മുംതാജ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓമന സുബ്രഹ്മണ്യൻ, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.